2020 ഏറ്റവും അവസാനത്തെ മാസത്തിലോട്ടാണ് നമ്മൾ കിടന്നിരിക്കുന്നത്. ഡിസംബർ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് സീസൺ തന്നെയാണ് അല്ലേ. ഇപ്പം എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊന്നുമില്ല, എല്ലാവരും ക്രിസ്മസ് സ്റ്റാർ ഇടുകയും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുകയോ അങ്ങനെ എല്ലാം ചെയ്യും. എല്ലാവരും കൂടെ ഒത്തൊരുമയാണ് നമ്മൾ എല്ലാ ഫെസ്റ്റിവലും നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വർഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഫെസ്റ്റിവൽസിനും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്കും കുറച്ച് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡിസംബർ സീരീസ് എന്നുവെച്ചാൽ ഡിസംബറിലുള്ള ഇടുന്ന വീഡിയോസ് എല്ലാം ഒരു ക്രിസ്മസിനെ ബേസ് ചെയ്ത് ക്രിസ്മസിന് നമുക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം വീട്, അത് ക്രിസ്മസ് ട്രീ ആവട്ടെ, അതല്ല ബെഡ്ഷീറ്റോ ടേബിൾ മാറ്റോ എന്തും അങ്ങനെയുള്ള ഡെക്കറേഷൻ ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, അങ്ങനത്തെ വീഡിയോസ് ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടേബിൾ മാറ്റാണ്. അപ്പോൾ ടേബിൾ മാറ്റിൻ്റെ അകത്ത് ഞാനൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മല്ലിൻ്റെ തുണിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാം റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ എടുത്തേക്കുന്ന ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. വളരെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ മാറ്റ്. റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന മാറ്റാണ്. അപ്പോൾ ഈ മാറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ഇഞ്ചാണ്. അപ്പോൾ ഒത്തിരി വലിയ മാറ്റൊന്നുമില്ല, ഒരു കുഞ്ഞു മാറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സൈസ് മാറ്റാവുന്നതാണ്, ഡിസൈൻ്റെ വലുപ്പം അതനുസരിച്ച് മാറ്റുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീൻ്റെ ഇവിടെ സൈഡ്സിലൊക്കെ കട്ട് വർക്ക് ഉണ്ട്. ഒരു 6 കട്ട് വർക്ക് ഡിസൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും ബോൾസിന് പകരമായിട്ട് ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ബോൾസ് തൂക്കിയിടില്ല, അതിന് ഇതായിട്ട് ഞാനിവിടെ തയ്ച്ചിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. പിന്നെ ട്രീയുടെ ഔട്ട്ലൈൻ ആയിട്ട് തയ്ച്ചിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അടുപ്പിച്ച് തയ്ച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ സ്കാലപ്പ് തയ്ച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അപ്പം ഇതെങ്ങനെയാണ് ഈ കട്ട് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ ക്ലോത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ വൈൻ ഗ്ലാസ് ഒക്കെ നമുക്കിങ്ങനെ എടുത്ത് വെച്ച്, ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടാണ് വൈൻ ഗ്ലാസ് എടുത്ത് വെച്ചേക്കുന്നത്, നമുക്ക് എന്തും എടുത്ത് വെക്കാം. കുറച്ചും കൂടെ വലിയ മാറ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സെൻറ്ററിൽ വെക്കണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് ഇതുവരെ സ്കാലപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്ത് വെച്ചാലും നമ്മൾ തുണിയുടെ മാറ്റ് ആയതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഒന്നും മറിഞ്ഞ് താഴെ വീഴാണ്ട്. നമുക്ക് വാഷ് ചെയ്താൽ പിന്നെ കറി ആയാലും ചായ ആയാലും വീണാൽ പിന്നെ പോകത്തില്ല, പിന്നെ ഫുൾ മാറ്റും ചീത്തയായി പോകും. നമ്മുടെ പ്ലാസ്റ്റിക് മാറ്റ് പോലെയല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, വീഴാണ്ട് സൂക്ഷിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡെക്കറേഷന് മാത്രമായിട്ട് വെക്കുക, യൂസ് ചെയ്യാണ്ട് അങ്ങനെയും വെക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ട്രീ വരച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസ് ട്രീയുടെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 4 ഇഞ്ചും വിഡ്ത്ത് 3 ഇഞ്ചുമാണ്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ ഇവിടെ വരച്ചേക്കുന്ന ഈ ഹോൾസ് ആയാലും ഈ ഇവിടെ വരച്ചിരിക്കുന്ന ഭാഗമായാലും കട്ട് വർക്കാണ് ചെയ്യുന്നത്. പുറത്ത് വേറെ ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്, കട്ട് വർക്കല്ല. അപ്പോൾ ഈ ഉള്ളിലുള്ള എല്ലാ പോർഷൻസും കട്ട് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ ഗ്രീൻ കളർ ത്രെഡാണ്, കളർ കോഡ് പറയുകയാണെങ്കിൽ 245 ആണ് കളർ കോഡ്. 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ഒന്നും വേണ്ട കട്ട് വർക്ക് ചെയ്യാനായിട്ട്, 3 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് ഒക്കെ മതി കട്ട് വർക്ക് ചെയ്യാൻ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്കൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പം അത് ഏതായാലും നമുക്ക് തയ്ക്കാം. അപ്പം അതിൻ്റെ സൈസാണെങ്കിലും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സൈസ് തീരെ കുഞ്ഞത് വേണമെന്നൊന്നുമില്ല, കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഒരു വട്ടം നമ്മൾ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി തയ്ക്കുമ്പം ഈ റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ തൊട്ട് മേളിലായിട്ട് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. മേളിലാണ്, കൃത്യം പൊസിഷനിലല്ല, ബാക്ക് സ്റ്റിച്ച് തയ്ക്കണവരെയല്ല. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ
മേളിൽ ആയിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ മേളിലായിട്ട് നമ്മൾ താത്തുക. അങ്ങനെ നമുക്ക് ഇത് ഫുള്ളും ഒന്നുകൂടെ റൗണ്ട് ചെയ്തെടുത്ത് വരാം. ഇതിന് പകരം ഇങ്ങനെ തയ്ക്കണമെന്നില്ല, അതിന് പകരമായിട്ട് ബാക്ക് സ്റ്റിച്ച് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഈ ഇത്രയും പോർഷനാണ് നമുക്ക് തയ്ക്കണ്ടേ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഫുൾ ഔട്ട്ലൈനും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാറാണ് തയ്ക്കണ്ടേ. അപ്പോൾ ബാറ് തയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തേക്കൂടെ ത്രെഡ് പോണത് കട്ട് ചെയ്ത് കഴിയുമ്പം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ത്രെഡ് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ത്രെഡ് ഇവിടെ വരെ കൊണ്ടുപോകണ്ടേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ത്രെഡ് ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ പോണത് നമ്മൾ കാണും. അപ്പോൾ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങോട്ടേക്ക് എങ്ങനെ നീഡിൽ പാസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ, ഇപ്പോൾ തയ്ച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇതിലേക്കൂടെ എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമുക്ക് എവിടെയാണ് പൊക്കണ്ടേന്നുള്ള ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ അവിടെ നമ്മൾ നീഡിൽ കുത്തിപ്പൊക്കുന്നു. അപ്പം ഈ ഒരു പോയിന്റിലാണ് നമുക്ക് സൂചി വരേണ്ടത്, ആ ബാറ് തയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തിയതുകൊണ്ട് നമ്മൾ മേളിലോട്ട് സൂചി എടുക്കണം. ഇങ്ങനെ വേണം. ഇപ്പം നമുക്ക് ഇവിടം വരെ, ഇവിടെയാണ് ബാറ് തയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടം വരെ ഇതുപോലെ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഈ ത്രെഡ് പാസ് ചെയ്യുക, നമ്മുടെ വർക്കിംഗ് ത്രെഡ് പാസ് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ കുത്തുവന്ന് ഇനി നമുക്ക് തയ്ക്കാം, ബാക്കിത്തെ ബാറ് തയ്ക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് ഒരു ഫസ്റ്റ് ബാറ് വരേണ്ടത് കട്ട് വർക്കിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് എടുക്കുക, പുറത്തോട്ട് തന്നെ കുത്തുക. അങ്ങനെ ഒരു 3 വട്ടങ്ങാലും നമ്മുടെ ബാർ ഇതുവരെ തയ്ക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുത്തിയെടുക്കരുത്, താഴത്തെ കൂടെ ത്രെഡ് വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഒത്തിരി മാറിയും കുത്തരുത്, സെയിം പോയിന്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരും. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ താത്തുക. ഇതൊരു 3 ടൈംസ് എങ്ങാനും 2 or 3 ടൈംസ് എങ്ങാനും ചെയ്യണം. വീണ്ടും ഇവിടെ തന്നെ കുത്തിയെടുക്കുക, തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ താത്തുക. അപ്പോൾ നമുക്കൊരു ബാറ് കിട്ടി. ഇനി ഈ ബാറ് നമ്മൾ ഫില്ല് ചെയ്യാണ്. അപ്പം അതിന് വീണ്ടും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എടുക്കുകയാണ്. എടുത്തിട്ട് ഇനി നമ്മൾ ഇതിനെ ചുറ്റുവാണ്, ഇതിനെ ചുറ്റി ചെയ്യാണ്. അപ്പോൾ ഈ ബാറിന് ഫുള്ളും നമ്മൾ ചുറ്റുവാണ് ഇതുവരെ ത്രെഡ്. ഇതുവരെ ഓവർലാപ്പ് ചെയ്ത് വരാണ്ടിരിക്കാൻ വേണ്ടി, ഒന്നിൻ്റെ മേളിലൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടി കൈ വെച്ച് സൂക്ഷിച്ച് മാറ്റി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്ത് വരും. ഈ ത്രെഡൊന്ന് വലിച്ചു പിടിച്ചാൽ മതി. നമ്മുടെ മറ്റേ സൈഡ് സൂചിയുള്ളതല്ല, ഈ ഒരു സൈഡ് വലിച്ചു പിടിച്ചിട്ട് പയ്യെ ഇങ്ങനെ വെച്ച് കൊടുത്തേച്ചാൽ മതി. ഓവർലാപ്പ് ചെയ്ത് വരരുത്. ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ അല്ലെങ്കിൽ നീറ്റ്നെസ് ഉണ്ടാകത്തില്ല, ചിലയിടത്ത് തടിച്ചിരിക്കും. അങ്ങനെ ഇത് ഫുള്ളും ഈ ബാർ മുഴുവൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് അടുത്ത ബാറിലോട്ട് നമ്മളിപ്പോൾ പോയവരെ, ഇതിപ്പോൾ തൊട്ടടുത്തടുത്ത ആ ബാറുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, വെറുതെ അങ്ങ് എടുത്താൽ മതി. ഒത്തിരി ദൂരത്തെ അടുത്ത ബാർ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചവരെ താഴത്തേക്കൂടെ ഓരോ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ പോയി ആ നമുക്ക് എവിടെയാണ് ബാർ വന്നേന്ന് വെച്ചാൽ അവിടം വരെ പോയിട്ട് വേണം ഇതുവരെ ചെയ്യാൻ വീണ്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടോടെ ചെയ്താൽ നമ്മുടെ ഈ ഒരു ബാറ് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാറിലോട്ട് പോകാം. അങ്ങനെ നമുക്ക് ഈ ഫുൾ ബാറും ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ബാറെല്ലാം നമുക്ക് ഇതുവരെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ താത്തുവാണ്. ഇതിൻ്റെ പുറത്ത് താത്തണം, ഉള്ളിൽ താത്തരുതെന്ന് വെച്ചാൽ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട പോർഷനാണ്. അപ്പോൾ ഉള്ളിൽ താത്തരുത് ഒരിക്കലും, പുറത്ത് തന്നെ താത്തുക. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ത്രെഡ് പോകുന്നില്ല. ഇവിടെ ഈ ഒരു പോർഷനാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാനതിന് കുഴപ്പമില്ല. ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കണമെന്നില്ല, ഡയറക്റ്റ്ലി നമുക്കിങ്ങനെ എടുക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചു വരെ ഈ ബാക്കിയുള്ള ബാറെല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ബാർ മുഴുവൻ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത്. അതിൻ്റെ മേളിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നൂലെടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയത്തെ നൂല്. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റും തയ്ക്കേണ്ടതാണ്, സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇത് കെട്ടിട്ട് മാറ്റി വെക്കേണ്ട, ബാക്കിയുള്ള നൂല് നമ്മൾ മേളിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ, ഈ ബാറിൻ്റെ ഇടയിൽ കൂടെ ഈ തുണി നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യണമെങ്കിൽ ഇത്തിരി സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. ബാറ് കട്ടായി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വൃത്തികേടാകും. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ആദ്യം തന്നെ ഏത് ഷാർപ്പ് സിസേഴ്സ് എടുത്തിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് പയ്യെ പയ്യെ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം. അത് ഷാർപ്പ് സിസേഴ്സ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു വെട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി കയറ്റാൻ പറ്റില്ല, ഇത് തീരെ തിന്നായി പോയതുകൊണ്ട് എൻ്റെ ഈ സിസേഴ്സ് കയറ്റാൻ പറ്റില്ല. അപ്പം മറു സൈഡിൽ നിന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ ബാറിൽ കൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു എൻഡ് വരെ നമുക്ക് കട്ടിങ് വേണം. അപ്പോൾ ഇവിടെ കൊള്ളണുണ്ടോ എന്നൊന്ന് ഇടയ്ക്ക് നോക്കണം. ഈ രണ്ട് കോണർ, ഈ ഇവിടെ വരുന്ന എൻഡിങ് പോർഷനിൽ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്നാലാണ് നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പോർഷനിലും ഈ ഒരു പോർഷനിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു വെട്ടിട്ട് കൊടുത്തേച്ചാൽ മതി, എന്നാലാണ് നമുക്ക് അവിടെ ആ ബെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡിലും ഒന്ന് പയ്യെ ഒന്ന് കട്ട് ചെയ്താൽ മതി, ഒത്തിരിയൊന്നും വേണ്ട. ഇത് കുഞ്ഞ് ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റും. വലിയ കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പയ്യെ ഒന്ന് തുണി മടങ്ങി ഉള്ളിലോട്ട് പ്രോപ്പറായിട്ട് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇടുമ്പോഴൊക്കെ സൂക്ഷിക്കുക, നമ്മൾ ചെയ്തേക്കുന്നതൊന്നും കട്ടായി പോവാണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ സാറ്റിൻ സ്റ്റിച്ച്, ഇത് തുണി മടക്കിയിട്ടത് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിനി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ നൂല് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, കട്ടും ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. അപ്പം താഴെ വെട്ടി വെച്ചിരിക്കുന്ന തുണി ഇങ്ങനെ ബാക്കിലോട്ട് മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെച്ച് അത് അവിടെ ഇരുന്നോളൂ. ഒത്തിരി തുണി ഇല്ലാത്തതുകൊണ്ട്, ഒത്തിരി തുണി ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചൊന്ന് പിടിക്കണം. ഇതിപ്പോൾ കൈ വെച്ച് പിടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തുണിയേ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ കൂടെ, നമ്മുടെ വെട്ടി വെച്ചിരിക്കുന്ന ഈ ഹോളിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്തോരം ഇതിലാണ് സാറ്റിൻ സ്റ്റിച്ച് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വീതിയിൽ, എത്ര വീതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമ്മൾ നീഡിൽ എടുക്കുന്നു. അപ്പോൾ ത്രെഡ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്കാണ് തയ്ച്ചു പോകുന്നത്. അപ്പോൾ തൊട്ടടുത്തടുത്ത് എവിടെയാണ് ത്രെഡ് ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കുക, എന്നാലാണ് വിടവില്ലാണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടുള്ളൂ. ഇതുപോലെ ഒത്തിരി വലിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി കട്ട് ചെയ്തേക്കുന്ന കാരണം അതങ്ങ് മടങ്ങിപ്പോകും. ഒത്തിരി ത്രെഡ് മുറുക്കെ വലിക്കേണ്ട ആവശ്യമില്ല, പയ്യൊന്ന് വലിച്ചാൽ മതി. ഓവർലാപ്പ് ചെയ്ത് വരാണ്ട് നമ്മളിൽ കൈ വെച്ച് കൊടുത്താൽ ഓവർലാപ്പ് ചെയ്ത് വരാണ്ടിരുന്നോളൂ. ഇനി നമുക്ക് ഈ ബാറിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വേണ്ടത്. ഇവിടെ നിന്ന് എടുക്കുക. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു വലിയ ഡിസൈൻ എടുത്തിട്ട് തയ്ക്കുക. ഇപ്പോൾ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബിഗിനറാണെങ്കിൽ ആ കുഞ്ഞ് ഡിസൈൻ എടുത്ത് തയ്ക്കാണ്ട് വലിയ ഡിസൈൻ എടുത്ത് തയ്ക്കുക. അല്ലെങ്കിൽ കട്ട് ചെയ്യാനും എല്ലാം ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുവരെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് അടുപ്പിച്ച് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു കട്ടിങ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മൾ കട്ട് വർക്ക് യൂസ് ചെയ്ത് ഈ 6 ഡിസൈൻ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തിൽ 5 ഇത്, പിന്നെ 3, പിന്നെ 2, അങ്ങനെ കുറഞ്ഞാണ് വരുന്നത് ഇതിൻ്റെ ബാറ്. ഇപ്പോൾ കട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിലുള്ള ഈ സർക്കിൾസിനൊക്കെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും റെഡ് കൊടുക്കുക, നടുക്ക് ഗ്രീൻ തന്നെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ക്രിസ്മസ് ട്രീയിൽ ഇടുന്ന ബോൾസിൻ്റെ കളറ് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും തയ്ക്കുക. ഇപ്പോൾ ഞാനിവിടെ റെഡും ഗ്രീനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്നു ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ക്രിസ്മസ് ട്രീയുടെ ബൗണ്ടറി ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഫുൾ ബൗണ്ടറി ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇത് അടുപ്പിച്ച് ഈ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതെല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ മാറ്റ്സ് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ബ്ലൂ പ്രിന്റ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.